വൈപ്പിൻകരക്കാരുടെ 1.5 പതിറ്റാണ്ടിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അവരുടെ നാട്ടിലെ ബസ് എറണാകുളം നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സന്തോഷകരമായ ആദ്യ യാത്രയിൽ നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. ബെന്നി പി നായരമ്പലം ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ പ്രമുഖരും ഈ ആദ്യ യാത്രയിലുണ്ട്. ഒരുപാട് നീണ്ട കാത്തിരിപ്പാണല്ലേ? വളരെ നീണ്ട കാത്തിരിപ്പായിരുന്നു. പക്ഷേ ആദ്യമൊന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം നമ്മൾ വൈപ്പിൻകരക്കാർ അതിനുള്ള ഒരു കാര്യത്തിനും പിന്നോട്ട് പോവില്ല. കിട്ടണവരെയും സമരം ചെയ്യും. വൈപ്പിൻകരക്കാരുടെ ശക്തിയാണ് ഇതില്ലേ? അതെ അതെ അതെ, ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ MLA-യുടെ ശക്തിയും ഞങ്ങളുടെ ഫ്ലാഗിൻ്റെ ശക്തിയും എല്ലാമാണ്. അങ്ങനെ ഓരോ സംഘടനകളും ഇതിനുവേണ്ടി വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്, സമരം ചെയ്ത് വിജയിപ്പിച്ചു. ഇത് വളരെ സന്തോഷം. ചേട്ടാ, ഇങ്ങനൊരു യാത്ര യാഥാർത്ഥ്യമെന്ന് വിശ്വസിച്ചിരുന്നു. ഇത്ര വേഗം ആകാൻ വിചാരിച്ചില്ല. അതായത് ഒരു കടുത്ത സമരങ്ങളുടെയും അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളെയും നിവേദനങ്ങളുടെയും എല്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയതാണ്. ഈ ഒരു കാലത്ത് പോലും ഇങ്ങനൊരു യാത്ര നടക്കുന്നു എന്നുള്ളതൊരു കൗതുകം കൂടെയാണ്. അല്ല, ഇത് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഒരു വലിയ ദൗത്യം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളോടൊപ്പം അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് യാത്ര ചെയ്യണം. കാരണം ഞങ്ങളും ഈ ദുരിതം അനുഭവിച്ചിരുന്നതാണ് മുൻകാലങ്ങളിൽ. കാരണം 10-20 വർഷമായി ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഫ്രാഗിൻ്റെ നേതൃത്വത്തിൽ സമരമുറകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങളും അതിനകത്ത് പങ്കാളികളായിരുന്നു. രണ്ട് കരകൾ തമ്മിൽ ബന്ധിച്ചിട്ടും ഈ ബസ്സുകൾ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? കാര്യം ഈ തോന്നൽ സ്കൂൾ തുടങ്ങി ഉണ്ടായിരുന്നു. കാരണം സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ 2 ബസ്സൊക്കെ കയറിയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇതിപ്പം സാധിച്ചത്. സോ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. വൈപ്പിൻകരക്കാർ ഇനി നഗരത്തിലേക്ക് എത്രയും വേഗം എത്തും. അവരുടെ യാത്ര അല്ലെങ്കിൽ ജീവിത യാത്രയിലെ ഒരു തടസ്സം അത് മാറിയിരിക്കുകയാണ്. ഇനി വൈപ്പിൻകരയിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ നേരെ നഗരത്തിൽ അവർക്ക് പോകേണ്ട സ്ഥലത്ത് നേരിട്ട് ചെന്നിറങ്ങാൻ കഴിയും. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കണം. അങ്ങനെ ആദ്യ യാത്ര, സന്തോഷകരമായ ആദ്യ യാത്രയാണ് ഇപ്പോൾ വൈപ്പിൻകരയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. വൈറ്റിലേക്കുള്ള ബസ്സാണ് പോകുന്നത്. ബിനു തോമസിനൊപ്പം എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.